ഒപ്പം ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രതിസന്ധികളെ നേരിടാൻ അറിയണം. ഒരിക്കൽ ഒരു സുൽത്താൻ കാട് കാണാനിറങ്ങി. ഒപ്പം അനുചരവൃന്ദവും ഉണ്ടായിരുന്നു. ഓരോ ചുവടിലും മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നു, സുൽത്താൻ ധൈര്യമായി നടന്നോളൂ, ഞങ്ങളുണ്ട് കൂടെ. സുൽത്താൻ ഒന്ന് തിരിഞ്ഞു നോക്കി. പരിചാരകർ ഒരുമിച്ച് പറഞ്ഞു, പ്രഭു, ജീവൻ പോകും വരെ ഞങ്ങളുണ്ട് കൂടെ. കൊടുങ്കാട് കയറിയും കുന്നിറങ്ങിയും പുഴ കടന്നും പുൽമേട്ടിലെത്തിയപ്പോൾ മുന്നിലൊരു സിംഹം. സുൽത്താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മന്ത്രിയുൾപ്പെടെ സകലരും ഓടി മരത്തിലും മലയിലും പുഴയിലുമൊക്കെയായി രക്ഷപ്പെട്ടിരിക്കുന്നു. സിംഹത്തിൻ്റെ മുന്നിൽ പതറി നിന്ന കിരീടം വെച്ച സുൽത്താനോട് മരച്ചില്ലയിലിരുന്ന് മന്ത്രി നീട്ടി വിളിച്ചു പറഞ്ഞു, പ്രഭു, ജീവനും കൊണ്ട് ഓടിക്കോ. ആ കിരീടം എടുത്ത് കാട്ടിൽ കളഞ്ഞോളൂ. ഭാരം കുറഞ്ഞാൽ വേഗത്തിൽ ഓടാം. സുൽത്താൻ കിരീടവും ഭാരമുള്ള ആഭരണങ്ങളും എന്തിനു വസ്ത്രം പോലും വലിച്ചെറിഞ്ഞ് ഓടി. മുന്നിൽ കണ്ട മരത്തിനു മുകളിലേക്ക് വലിഞ്ഞു കയറി രക്ഷപ്പെട്ടു. നമ്മുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. ആരൊക്കെ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞാലും നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടത് നമ്മൾ തന്നെയാണ്. ഒപ്പമുണ്ടാകുമെന്ന് പറയുന്നവരൊക്കെ മാറിയേക്കാം. അതൊരു പക്ഷേ അവർക്ക് ആ സാഹചര്യത്തെ നേരിടാൻ അറിയാത്തതുകൊണ്ടാകാം. അവർ മാറിക്കൊണ്ടേയിരിക്കും. അതിനൊത്ത് നമ്മൾ സങ്കടപ്പെടാനോ ആകുലപ്പെടാനോ തുടങ്ങിയാൽ അതിനെ നേരമുണ്ടാകുകയുള്ളൂ. പ്രതിസന്ധികളെ തനിച്ചു നേരിടേണ്ടി വരുമ്പോൾ നമ്മുടെ അഹന്തയാകുന്ന ആഭരണങ്ങൾ അഴിച്ചു വെക്കേണ്ടി വരും. ഒപ്പമുള്ളവർ മാറിയാൽ തളരാതെ പ്രശ്നങ്ങളുടെ വലിപ്പമറിഞ്ഞ് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കേണ്ടതുണ്ട്. ഒപ്പം ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നങ്ങളെ നേരിടാനുള്ള വിവേകവും ബുദ്ധിയും ചിന്തിക്കാനും പക്വമായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവും ഏവർക്കും ഉണ്ടാകട്ടെ.